നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യഗണത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെ സ്വഭാവ ഫലത്തെക്കുറിച്ചാണ്. 27 നക്ഷത്രങ്ങളെ 3 ഗണങ്ങളായാണ് തരം തിരിച്ചിരിക്കുന്നത്. ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിങ്ങനെ. ദേവഗണത്തിലും അസുരഗണത്തിലും എന്ന പോലെ മനുഷ്യഗണത്തിലും 9 നക്ഷത്രങ്ങളുണ്ട്. ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നിങ്ങനെ 9 നക്ഷത്രങ്ങൾ. മനുഷ്യഗണത്തിൽ ജനിക്കുന്നവർ ഏതു മേഖലയിൽ പ്രവർത്തിച്ചാലും അവരുടെ കഴിവ് തെളിയിക്കുവാൻ കഴിയുന്നവരും ആരോടും പിണക്കവും ദേഷ്യവുമില്ലാത്തവരുമാണ്. എന്നാൽ ഇവരെ വേദനിപ്പിച്ചാൽ തിരിച്ച് എന്തും ചെയ്യുവാൻ മടി കാണിക്കാത്തവരുമാണ് ഇക്കൂട്ടർ. ഇവർ പൊതുവെ അധ്വാനശീലരായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മടിയും ഉണ്ടാകുന്നുണ്ട്. മനസമാധാനം കൂടെ കുറയുകയും എല്ലാ കാര്യങ്ങളിലും ധൈര്യം കൈവരിക്കുവാൻ സാധിക്കുന്നവരും അതിയായ ദൈവഭക്തി ഉള്ളവരുമാണ്. ഇവർ സംഗീതം, നൃത്തം, ചിത്രരചന, എഴുത്ത് എന്നീ മേഖലയിൽ അതിയായ താൽപ്പര്യമുള്ളവരും തൻ്റെ കുടുംബത്തെ അമിതമായി സ്നേഹിക്കുവാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരും ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ നടക്കണം എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ് ഇവർക്ക്. കായികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആയോധന കലകളിലും താൽപ്പര്യമുള്ളവരും കണ്ടുപിടുത്തത്തിൽ വളരെ പ്രശസ്തി നേടുന്നവരും അറിവുകൾ നേടുവാൻ വളരെ താൽപ്പര്യം കാണിക്കുന്നവരും പുതിയ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരുമാണ്. വിവാഹ പൊരുത്തം നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു പൊരുത്തമാണ് ഗണപ്പൊരുത്തം. ഗണമൊന്നായാൽ ഗുണം 10 എന്നൊരു പഴമൊഴിയുണ്ട്. സ്ത്രീ പുരുഷന്മാർ ഇരുവരും ഒരു ഗണമായാൽ വളരെ ശുഭമാകുന്നു. ദേവഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ ശുഭമായും അസുരഗണത്തിൽ ജനിച്ച പുരുഷന് മനുഷ്യഗണത്തിൽ ജനിച്ച സ്ത്രീ മധ്യമമാകുന്നു. മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷന് ദേവഗണത്തിൽ ജനിച്ച സ്ത്രീ അശുഭമാകുന്നു. അസുരഗണത്തിൽ ജനിച്ച സ്ത്രീകളെ മനുഷ്യഗണത്തിൽ ജനിച്ച പുരുഷന്മാർ തീരെ വർജിക്കേണ്ടതാകുന്നു.